പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നമുക്ക് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഒഴുകി വരുന്ന സമയമാണ്. അത് ഏറ്റെടുക്കാനുള്ള ഒരാഗ്രഹം, മനസ്സ്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. ദൈവകരുണയുടെ ആ വലിയ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ചെയ്യും. ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുന്നത് കാരുണ്യവാനായ ദൈവത്തെയാണ്. ദൈവം നീതിമാനാണ്, എന്നാൽ കാരുണ്യവാനുമാണ്. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ച് നമുക്ക് ദൈവത്തെ അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങിൽ വിശ്വാസം അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അല്പസമയം വചന വെളിച്ചത്തിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. ദൈവത്തെ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തൽ ദൈവം കരുണയാണ്. ദൈവം കാരുണ്യവാനായ ദൈവമാണ്. അത് പിതാവായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പുത്രനായ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുന്ന ദൈവമക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ കരുണ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുണ്ട്? ഈ കരുണ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജെറമ്യായുടെ പുസ്തകം 31:3 വചനം എടുത്താൽ അവിടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ് പറയപ്പെട്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിങ്ങളോടുള്ള വിശ്വസ്തതയും കരുണയും അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ജെറമ്യാ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ കരുണ നിറഞ്ഞു നിൽക്കുന്ന ഒരു വചനഭാഗം നമുക്ക് കാണാൻ സാധിക്കും. 12-ാമത്തെ വചനം, അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോളം 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ അവിശ്വസ്തയാണേലും തിരിച്ചു വന്നാൽ നിനക്ക് കരുണ ലഭിക്കും. നീ പാപിയാണെങ്കിലും, നീ വീഴ്ച സംഭവിച്ച വ്യക്തിയാണെങ്കിലും, നീ എൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ നിനക്ക് കരുണ ലഭിക്കും. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പിതാവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അവനിൽ കരുണ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ കരുണയുടെ ഉറവിടം എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നെയാണ്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആയിരക്കണക്കിന് ദൈവാനുഗ്രഹങ്ങളുടെ വേരും ഉറവയും മാതാവും എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആയിരക്കണക്കിന് ദൈവാനുഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരുപാട് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. എന്ന് പറഞ്ഞ പോലെ തന്നെ കരുണയുടെ ഉറവിടമായിട്ട് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു, വചനം നമ്മെ പഠിപ്പിക്കുന്നു, വിശുദ്ധർ നമ്മെ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ്
പിതാവിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, പിതാവിലേക്ക് നമ്മൾ നോക്കിയാൽ ആ കരുണ നമുക്ക് കാണാൻ സാധിക്കും. ആ പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കരുണ നമ്മളിലേക്ക് ഒഴുകി വരുന്ന അനുഭവം നമുക്കുണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ അതേ രൂപമാണ് യേശുവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. നമ്മളേതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പുത്രനായ യേശു എത്രമാത്രം കരുണ കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പാപികളായിരുന്ന ചില വ്യക്തികളെ, അവരോടുള്ള യേശുവിൻ്റെ സമീപനം എന്തായിരുന്നു? പാപിനിയായ സ്ത്രീയോടുള്ള യേശുവിൻ്റെ സമീപനം ലൂക്ക 7-ാം അധ്യായം 36 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. അവനെ തൊടാനും അവൻ്റെ പാദങ്ങളിൽ തൈലം പൂശാനുമൊക്കെ നിന്നുകൊടുത്തൊരു വ്യക്തിയായിട്ട് യേശുവിനെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവരോടുള്ള യേശുവിൻ്റെ സമീപനം. 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സമറിയാക്കാരിയോടുള്ള യേശുവിൻ്റെ സമീപനം. ഇതെല്ലാം വിളിച്ചു പറയുന്നത് യേശുവിൻ്റെ കരുണയെക്കുറിച്ചാണ്. ഈ യേശു ഇന്നും കാരുണ്യത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കരുണയുമായി അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളൊന്ന് കൈനീട്ടി യാചിച്ചാൽ ആ കരുണ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. മത്തായിയുടെ സുവിശേഷം 9:13 വായിച്ചാൽ അവിടെ ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യം, ദൈവത്തെ അറിഞ്ഞവര് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുക. ഈ സന്ദേശം മറന്ന് ജീവിക്കാനുള്ള പ്രവണത ചിലർക്കുണ്ടാകാം. ഒരുപക്ഷെ അവർ ഭക്താഭ്യാസങ്ങൾ, ഭക്തി പ്രകടനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം. എന്നാൽ വീട്ടിലുള്ളവരോട് പോലും ശരിക്കും കരുണ കാണിക്കുന്ന ആ ഒരവസ്ഥ, കരുണ അർഹിക്കുന്ന വ്യക്തികളോട് കരുണ കാണിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരുപക്ഷെ വീഴ്ച വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞൊരു കാര്യം, ബലിയല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുണ കാണിക്കുക എന്നുള്ളത്. നമുക്ക് ഈ ദൈവത്തിന് പ്രീതികരമാകുന്ന ചില ബലികളെക്കുറിച്ചൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർ 13:16 വായിച്ചാൽ, നന്മ ചെയ്യുന്നതും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതും. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്യുക, കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്, പ്രാർത്ഥിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്, ശുശ്രൂഷ ജീവിതത്തിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. എങ്ങനെയെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ മടുപ്പ് കൊണ്ടുവരാന്നുള്ളത് സാത്താൻ്റെ ഒരു ലക്ഷ്യമാണ്. അവൻ്റെ കെണിയിൽ പെടാതെ കണ്ട് മടുപ്പ് തോന്നാതെ നന്മ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, ശുശ്രൂഷ ചെയ്ത് മുന്നേറാൻ നമുക്ക് സാധിക്കണം. ഇതൊരു വെല്ലുവിളിയായിട്ടെടുത്ത് മുന്നേറുന്നവർക്കാണ് സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ആ സമീപനം വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ശാരീരിക മാനസിക തളർച്ച വന്ന വ്യക്തികളെ എങ്ങനെ കർത്താവ് കണ്ടു, സഹായിച്ചു, അവരോടെങ്ങനെ സമീപിച്ചു എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, ക്ഷീണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത് യേശുക്രിസ്തുവിലാണ്. അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ നമ്മളെ മഥിക്കുന്ന ആ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയെന്ന് വന്നേക്കാം. പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടത് യേശുക്രിസ്തുവിലാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് കാണാൻ സാധിക്കുക, ഏതാനും വചനങ്ങൾ എടുത്താൽ ഈ ഒരു യാഥാർത്ഥ്യം ലൂക്ക 6-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ, കൈ ശോഷിച്ച ഒരു വ്യക്തി. ഒരു സാബത്ത് ദിവസം ആളുകളെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇവൻ ഈ വ്യക്തിയെ സുഖപ്പെടുത്തുമോ ഇല്ലയോ എന്നറിയാൻ. അവർക്കെല്ലാവർക്കും അറിയായിരുന്നു, മറ്റു പല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രോഗിയെ കർത്താവ് കണ്ടാൽ സുഖപ്പെടുത്തും. നമുക്കറിയാം, അന്ധന്മാർക്ക് കർത്താവ് കാഴ്ച കൊടുത്തു, തളർന്നു കിടന്നവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തി. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവനെ സുഖപ്പെടുത്താതെ പോകുകയില്ലെന്നറിയാം. അത് യേശുവിൻ്റെ സ്വഭാവമായിരുന്നു, യേശുവിൻ്റെ കരുണയുടെ ഭാഗമായിരുന്നു. അതിന്
യേശുവിനെ ഒന്ന് കൊടുക്കാനുള്ള ഒരവസരം പോലെ അവരിതിനെ നോക്കിയിരിക്കുകയാണ്. കൊടുക്കട്ടെ, സൗഖ്യം കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ, ഞങ്ങൾക്ക് അത് വെച്ച് ഇവനെ കുറ്റപ്പെടുത്താൻ പറ്റും. കാരണം സാബത്ത് ദിവസം അവനിത് ചെയ്തു. അവർ പറയുന്നുണ്ട് വേറെ 6 ദിവസമുണ്ട്, ആ ദിവസം ചെയ്തുകൂടെ? ഈ സാബത്ത് ദിവസം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളത് അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? നമ്മൾ കാണുകയാണ് ദൈവത്തിൻ്റെ കരുണ അവിടെ വിജയം വരിക്കുന്നത്. കർത്താവ് തന്നെ ചോദിച്ചത് ഈ സാബത്ത് ദിവസം എന്തിനു വേണ്ടിയാണ്? നന്മ ചെയ്യാനല്ലേ? ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ല ഒരു കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞ് അവരുടെ വായടച്ച് അവനെ സുഖപ്പെടുത്തുന്ന ആ ഒരു രംഗം അതാണ് ഇവിടെ നമ്മൾ കാണുക. മർക്കോസ് 5:1 മുതൽ വായിക്കുമ്പോൾ ഒരു പിശാച് ബാധിതൻ്റെ കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത് വളരെ പരിതാപകരമായൊരവസ്ഥ. വസ്ത്രം ധരിക്കാതെ സ്വയം മുറിപ്പെടുത്തി മറ്റുള്ളവരെ പേടിപ്പിച്ച് അസ്വസ്ഥപ്പെടുത്തി അങ്ങനെ വല്ലാത്തൊരു ജന്മം. അതിൻ്റെ അടുത്തേക്ക് യേശു വന്നപ്പോൾ അശുദ്ധാത്മാക്കൾ വിളിച്ചു പറയുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുക? പക്ഷെ നമ്മൾ കാണുകയാണ് ആ വ്യക്തിയെ, പിശാച് ബാധിതനെ കർത്താവ് സുഖപ്പെടുത്തി, അവന് വിടുതൽ കൊടുത്തു. പിന്നീട് അവൻ്റെ അവസ്ഥ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് പലർക്കും അതിശയമായി. നോക്കി, അങ്ങനെ ഒരു രംഗം കർത്താവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മർക്കോസ് 1-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് റിസ്ക് എടുത്ത് വന്ന് അവൻ പറഞ്ഞൊരു കാര്യം, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും. കർത്താവ് അതിന് മറുപടിയായിട്ട് പറഞ്ഞെന്താ? മനസ്സുണ്ടെങ്കിലെന്നോ? നിന്നെയൊക്കെ സുഖപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ദൈവമാണോ? അങ്ങനെ അവനെ സുഖപ്പെടുത്തുന്ന തൽക്ഷണം അവന് സൗഖ്യം നൽകുന്ന ഒരു രംഗം. ഇതുപോലെ ഇവിടെ ശരീരത്തിനോ മനസ്സിനോ ഇവിടെ കുടുംബത്തിനോ ഒക്കെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ യേശുവിൻ്റെ പക്കൽ നിന്ന് കൊണ്ടുവന്നാൽ കർത്താവ് നമ്മെ സുഖപ്പെടുത്തുന്ന, വീണ്ടെടുക്കുന്ന അനുഭവം ഉണ്ടാകും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല, ലോകമാസകലമുള്ള എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയും ആ കരുണയുടെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൗഖ്യവും വിടുതലും കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും എൽത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ കരസ്പർശനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും ആവശ്യങ്ങൾ നിന്റെ സ്ഥലത്തിലൂടെ ചേർത്ത് വയ്ക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ആരാധന. യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും